ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 പരമ്പര ആവേശകരമായ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മലയാളി താരം സഞ്ജു സാംസണിന്റെ തുടർച്ചയായ പരാജയങ്ങളാണ്. ഗുവാഹത്തിയിൽ നടന്ന മൂന്നാം T20യിൽ ഗോൾഡൻ ഡക്കായി സഞ്ജു മടങ്ങിയതോടെ താരത്തിന്റെ ലോകകപ്പ് സാധ്യതകൾക്ക് മുകളിൽ കരിനിഴൽ വീണിരിക്കുകയാണ്. പരമ്പരയിൽ ഇതുവരെ 10-6-0 എന്നിങ്ങനെയാണ് സഞ്ജുവിന്റെ സ്കോറുകൾ. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സഞ്ജുവിന് പിന്തുണയും നിർണായക ഉപദേശവുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരവും രാജസ്ഥാൻ റോയൽസിലെ സഹതാരവുമായിരുന്ന അജിങ്ക്യ രഹാനെ. തന്റെ ഓപ്പണിംഗ് പങ്കാളിയായ അഭിഷേക് ശർമ്മയെ അനുകരിക്കാൻ ശ്രമിക്കുന്നതാണ് സഞ്ജുവിന് വിനയാകുന്നതെന്ന് രഹാനെ ചൂണ്ടിക്കാട്ടുന്നു. തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചിട്ടും അത് മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല. ഗുവാഹത്തിയിൽ ബാറ്റിംഗിന് അനുകൂലമായ പിച്ചിൽ സ്കോർ ബോർഡ് തുറക്കും മുമ്പേ സഞ്ജു പുറത്തായി. ഓപ്പണറായി ഇറങ്ങിയ കഴിഞ്ഞ 9 ഇന്നിംഗ്സുകൾ പരിശോധിച്ചാൽ നിരാശ മാത്രമാണ് ഫലം. ആകെ റൺസ് 104, ശരാശരി 11.55. ഏറ്റവും ഉയർന്ന സ്കോർ. വലിയ ഇന്നിംഗ്സുകൾ ഒന്നുമില്ല. ലോകകപ്പിന് തൊട്ടുമുമ്പ് ഇത്തരമൊരു കണക്ക് സഞ്ജുവിന്റെ ആത്മവിശ്വാസത്തെ മാത്രമല്ല സെലക്ടർമാരുടെ വിശ്വാസത്തെയും ബാധിക്കും. അഭിഷേകിനെ അനുകരിക്കരുത്. സഞ്ജുവിന്റെ പരാജയത്തിന് പിന്നിലെ മനഃശാസ്ത്രം അജിങ്ക്യ രഹാനെ കൃത്യമായി വിശകലനം ചെയ്യുന്നുണ്ട്. മറുവശത്ത് അഭിഷേക് ശർമ്മ നടത്തുന്ന വെടിക്കെട്ട് പ്രകടനമാണ് സഞ്ജുവിനെ സമ്മർദ്ദത്തിലാക്കുന്നത്. ഗുവാഹത്തിയിൽ വെറും 14 പന്തിലാണ് അഭിഷേക് അർദ്ധ സെഞ്ചുറി തികച്ചത്. ഇത് കാണുമ്പോൾ താനും അതിവേഗത്തിൽ റൺസ് കണ്ടെത്തണമെന്ന തോന്നൽ സഞ്ജുവിനുണ്ടാകുന്നു. ഇതാണ് ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് വലിച്ചെറിയാൻ പ്രേരിപ്പിക്കുന്നത്. അഭിഷേക് ശർമ്മ മറുവശത്ത് തകർത്തു കളിക്കുമ്പോൾ തനിക്കും വേഗത്തിൽ റൺസ് കണ്ടെത്തണമെന്ന സമ്മർദ്ദം സ്വാഭാവികമായും സഞ്ജുവിനുണ്ടാകാം. പക്ഷെ അഭിഷേകിനെ അനുകരിക്കാൻ ശ്രമിക്കരുത്. സഞ്ജുവായി തന്നെ കളിക്കണം, രഹാനെ ഉപദേശിക്കുന്നു. രഹാനെയുടെ രക്ഷാ പാക്കേജ്. സഞ്ജു ഫോമിലേക്ക് തിരിച്ചെത്താൻ രഹാനെ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ ഇവയാണ്. സ്വന്തം ശൈലി തിരിച്ചറിയുക. അഭിഷേകിന്റേത് പവർ ഹിറ്റിംഗ് ശൈലിയാണെങ്കിൽ സഞ്ജുവിന്റേത് ടൈമിങ്ങും ക്ലാസുമാണ്. രാജസ്ഥാൻ റോയൽസിനായി കളിക്കുന്ന ആ സ്വാഭാവിക ശൈലിയിലേക്ക് സഞ്ജു മടങ്ങണം. തുടക്കത്തിൽ സമയമെടുക്കുക. ആദ്യ പന്ത് മുതൽ അടിക്കാൻ ശ്രമിക്കരുത്. ആദ്യത്തെ 1-2 ഓവറുകൾ ക്രീസിൽ നിന്ന് പിച്ചിന്റെ സ്വഭാവം മനസ്സിലാക്കുക. സെറ്റായാൽ ഏത് ബൗളറെയും അടിക്കാൻ സഞ്ജുവിന് കഴിയും. ചെറിയ ലക്ഷ്യങ്ങൾ. ഇറങ്ങിയ ഉടനെ സെഞ്ചുറിയെക്കുറിച്ച് ചിന്തിക്കാതെ 15 പന്തിൽ 25 റൺസ് അല്ലെങ്കിൽ 20 പന്തിൽ 35 റൺസ് എന്നിങ്ങനെ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് താളം കണ്ടെത്താൻ ശ്രമിക്കുക. മാനേജ്മെന്റിനോട് ഒരു അഭ്യർത്ഥന. സഞ്ജുവിന്റെ പരാജയത്തിന് പിന്നിൽ അരക്ഷിതാവസ്ഥ ഉണ്ടെന്ന് രഹാനെ കരുതുന്നു. അടുത്ത മത്സരത്തിൽ പുറത്താകുമോ എന്ന ഭയമാണ് താരത്തെ സമ്മർദ്ദത്തിലാക്കുന്നത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ടീം മാനേജ്മെന്റും സഞ്ജുവിന് കൃത്യമായ ആത്മവിശ്വാസം നൽകണം. നീ ലോകകപ്പ് ടീമിലുണ്ടാകും, പേടിക്കാതെ നിന്റെ കളി കളിക്കൂ എന്ന് സഞ്ജുവിനോട് ഉറപ്പിച്ചു പറയണം. സ്ഥാനത്തെക്കുറിച്ച് ആശങ്കപ്പെടാതെ സ്വന്തം ഗെയിം പ്ലാനിൽ ഉറച്ചു നിൽക്കാൻ സഞ്ജുവിനെ അനുവദിക്കണം, രഹാനെ വ്യക്തമാക്കി. ഇഷാൻ കിഷൻ എന്ന ഭീഷണി. സഞ്ജുവിന് മുന്നിലുള്ള വെല്ലുവിളി ചെറുതല്ല. രണ്ടാം T20യിൽ ഇഷാൻ കിഷൻ 76 റൺസുമായി തിളങ്ങിയിരുന്നു. ഇടംകയ്യൻ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷൻ ഫോമിലുള്ളപ്പോൾ സഞ്ജുവിന്റെ ഓരോ പരാജയവും അദ്ദേഹത്തെ ടീമിൽ നിന്നകറ്റും. കൂടാതെ ജിതേഷ് ശർമ്മയും ഋഷഭ് പന്തും അവസരം കാത്തു നിൽക്കുന്നുണ്ട്. അടുത്ത മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്താണ്. സ്വന്തം കാണികൾക്ക് മുന്നിൽ സഞ്ജുവിന് ലഭിക്കുന്ന അവസാന അവസരമായിരിക്കും അത്. അവിടെയും പരാജയപ്പെട്ടാൽ 2026 ലോകകപ്പ് എന്നത് സഞ്ജുവിന് വെറുമൊരു സ്വപ്നമായി അവശേഷിച്ചേക്കാം.